എല്ലാവർക്കും നമസ്കാരം. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ 4ാമത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ 3 പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ കോട്ട് ഇൻവേഴ്സ് ഫംഗ്ഷനാണ്. ട്രിഗണോമെട്രിയിലെ കോട്ടിൻ്റെ ഇൻവേഴ്സ്. ട്രിഗണോമെട്രിയിലെ കോട്ട് എന്ന് അറിഞ്ഞാലാണ് അതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുക. ഞാനൊന്ന് കോട്ടിനെ പറ്റി പറയാം. ട്രിഗണോമെട്രിയിൽ y = കോട്ട് x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിനൊരു ബേസിക് റിസൾട്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ട്രിഗണോമെട്രി വന്നിരുന്നത് കോട്ട് x = cos x / sin x. അതുകൊണ്ട് തന്നെ കോട്ട് എക്സിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു, ഒരു സങ്കടം ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു ആ സങ്കടം? sin x 0 ആകുമ്പോഴാണ് നമ്മൾ കോട്ട് എക്സിന് സങ്കടം വരിക. അതെന്തിനാ കോട്ട് എക്സ് സങ്കടപ്പെടുന്നത്? sin x 0 ആകുമ്പോൾ കോട്ട് എക്സ് കാണാൻ പറ്റില്ല, കാരണം /0 വരും. അതുകൊണ്ട് തന്നെ കോട്ട് എക്സിൻ്റെ ഡൊമെയിൻ നമ്മൾ പറയുമ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സും പറ്റിയിരുന്നില്ല. കുറേ നമ്പേഴ്സിന് നമുക്ക് ഒഴിവാക്കണമായിരുന്നു. അത് ഏതൊക്കെ നമ്പേഴ്സാണെന്ന് ചോദിച്ചാൽ, ഏതൊക്കെ റിയൽ നമ്പറിൻ്റെ സൈനാണ് 0 വരിക അത് കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് കോട്ടിൻ്റെ ഡൊമെയിൻ പറയുക. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്, ഏതൊക്കെ നമ്പേഴ്സിൻ്റെ സൈനാ 0 വന്നിരുന്നത്? ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. n/, n is an integer. That means all integer multiples of pi. അത് 0, pi, 2pi, 3pi, 4pi, etc. നെഗറ്റീവ് ഭാഗത്തേക്ക് -pi, -2pi, -3pi, -4pi, etc. ഇവരുടെയൊക്കെ സൈന് 0 ആവും. അപ്പോൾ അവരുടെയൊക്കെ കോട്ട് നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ കോട്ടിൻ്റെ ഗ്രാഫ് വരച്ചപ്പോൾ അപ്പറിൻ്റെ നമ്പേഴ്സിലൊക്കെ ഒരു വെർട്ടിക്കൽ ബൗണ്ടറി ഇട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമുക്ക് ആദ്യം ആ ഗ്രാഫ് ഒന്ന് പറയാം. കോട്ടിൻ്റെ ഗ്രാഫ് കേട്ടോ. y = കോട്ട് x. x ആക്സിസ്, y ആക്സിസ്, 0ലാണ് ഫസ്റ്റ് കോട്ട് നോട്ട് ഡിഫൈൻഡ് ആവുക. അപ്പോൾ 0ൽ നമ്മളൊരു ബൗണ്ടറി ലൈൻ ഇടണം. പക്ഷെ അവിടെ ഓൾറെഡി y ആക്സിസ് ഉള്ളതുകൊണ്ട് അവിടെ ഇനി ഇടാൻ പറ്റില്ല. അപ്പോൾ അത് ബൗണ്ടറി ആയിട്ട് വിചാരിച്ചാൽ മതി. ദെൻ നമ്പേഴ്സൊക്കെ നേരത്തെ മാർക്ക് ചെയ്ത് തന്നെ ആദ്യം π/2, ദെൻ π, 3π/2, ഇവിടെ അത് π, ഇത് 3π/2, ദെൻ 2π, പിന്നെ 5π/2, etc. നെഗറ്റീവ് സൈഡിലേക്ക് -π/2, -π, -3π/2, etc. -2π, etc. ബൗണ്ടറി ലൈൻ ഒന്ന് 0ൽ, പിന്നെ ഒന്ന് പൈയിലാണ് നോട്ട് ഡിഫൈൻഡ് വരിക കോട്ട്. അപ്പോൾ ഒരു ബൗണ്ടറി ലൈന് പൈയിൽ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ നോട്ട് ഡിഫൈൻഡ് വരൽ 2πയിലാണ്, 2πയിൽ. പിന്നെ 3π, 4π, etc. അത് വലത്തോട്ട് അങ്ങനെ പോകും. നെഗറ്റീവ് സൈഡിൽ ആദ്യം കോട്ട് നോട്ട് ഡിഫൈൻഡ് വരൽ -πയിൽ, പിന്നെ -2π, -3π, etc. അതിനുശേഷം ഈ ബൗണ്ടറിക്ക് അകത്തായിരുന്നു നമ്മളെ ഗ്രാഫ് വന്നിരുന്നത്. ഷേപ്പ് നിങ്ങൾക്ക് അറിയായിരുന്നു. ടാന് ഗ്രാഫ് ഇങ്ങനെ കയറി പോകുന്ന ഷേപ്പായിരുന്നു ഓരോ ഇൻ്റർവെല്ലിലും. എന്നാൽ കോട്ട് നിങ്ങൾ കണ്ടത് ഡിക്രീസ് ചെയ്ത് വരുന്ന ഷേപ്പാണ് അല്ലേ? അപ്പോൾ ഞാൻ 0 to π/2 നമ്മൾ ആലോചിച്ചാൽ കോട്ട് ഇൻഫിനിറ്റിന്ന് 0ലേക്ക് ഡിക്രീസ് ചെയ്ത്, ദെൻ സെക്കൻഡ് ക്വാർട്ടറിൽ π/2 to πയിൽ അത് 0ന്ന് -∞ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഈ ആദ്യത്തെ 0 to π ഇൻ്റർവെല്ലിൽ ഈ ഒരു ഷേപ്പാണ് കോട്ടിന് വരിക. ആരോട്ടേൻ്റെ അർത്ഥം മേലോട്ടും താഴോട്ടും അങ്ങനെ പോകും. അപ്പോൾ ഇനി ഈ വരച്ച ഗ്രാഫ് ഇപ്പോൾ x ആക്സിസിൽ നോക്കുമ്പോൾ എത്ര ലെങ്തായി? π ലെങ്തായി. π ലെങ്ത് പീരീഡുള്ള ഫംഗ്ഷനാണ് ടാനും കോട്ടും. അതുകൊണ്ട് തന്നെ അടുത്ത π ലെങ്ത്തിൽ ഇതിൻ്റെ ഗ്രാഫ് ഇനി റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഓരോ ഇൻ്റർവെല്ലിലും ഈ ഷേപ്പ് ഇനി റിപ്പീറ്റ് ചെയ്യും. അതങ്ങനെ റൈറ്റിലേക്ക് അങ്ങ് റിപ്പീറ്റ് ചെയ്ത് പോവും. ലെഫ്റ്റ് സൈഡിലും അത് തന്നെ സ്ഥിതി. ഇതാണ് +1 കേട്ട കോട്ട് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇതിൻ്റെ ഡൊമെയിൻ 6 ഇല്ലാന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. 6 നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത് n/, set of all n/, where n is any integer. ഇതിൻ്റെ റേഞ്ച് നോക്ക്. ഈ ഓരോ ഷേപ്പും മേലോട്ടും താഴോട്ടും അറ്റം കാണാതെ പോവല്ലേ?
മേലോട്ട് ഇൻഫിനിറ്റി വരെയും താഴോട്ട് -ഇൻഫിനിറ്റി വരെയും പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് ഒന്നുമില്ല. അതുകൊണ്ട് റേഞ്ച് ടോപ്പ് റേഞ്ചാണ് ടാൻഡമാതിരി തന്നെ ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഇതാണ് +1 കേട്ട കോട്ട് ഫംഗ്ഷൻ. നമ്മൾ പഠിച്ചതാണ്. ഞാനിതിൻ്റെ ഇൻവേഴ്സ് പറയാൻ വേണ്ടി ഇത് വീണ്ടും പറഞ്ഞതാണ്. നമുക്കിതിൻ്റെ ഇൻവേഴ്സാണ് ചർച്ച ചെയ്യേണ്ടത്. ഇൻവേഴ്സ് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ 3 ചെയ്ത പോലെ തന്നെ ആദ്യം ഗ്രാഫിനെ തിരിച്ചു പിടിച്ചിട്ട് ഇൻവേഴ്സ് റിലേഷൻ്റെ ഗ്രാഫ് ഉണ്ടാക്കും. അത് ഫംഗ്ഷൻ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യും. ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിനെ ഫംഗ്ഷൻ ആവത്തക്ക രീതിയിൽ കട്ട് ചെയ്തെടുക്കും. ഓർമ്മല്ലേ? ഓക്കെ. അപ്പം ഞാൻ ഇനി ഇതിൻ്റെ ഈ വരച്ച ഗ്രാഫെല്ലാം തിരിച്ച് പിടിക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ എക്സിലുള്ളതൊക്കെ വൈയിലും വൈയിലുള്ളതൊക്കെ എക്സിലും. നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. സീറോ x ആക്സിസിൽ മാർക്ക് ചെയ്ത π/2, then π, 3π/2, 2π etc. -π/2, -π, -3π/2 etc. ഫസ്റ്റ് ബൗണ്ടറി 0-ൽ അതിന് ഇടാനില്ല, x ആക്സിസ് ഉണ്ട്. ഇനി പൈലുണ്ടായിന വെർട്ടിക്കൽ ബൗണ്ടറി ഇവിടുത്തെ പൈൽ ഹൊറിസോണ്ടൽ ബൗണ്ടറി ആയിട്ട് നിൽക്കും. 2πയിലുണ്ടായിരുന്ന വെർട്ടിക്കൽ ബൗണ്ടറി ഇവിടെ അങ്ങനെ ഹൊറിസോണ്ടൽ ബൗണ്ടറി ആയിട്ട് നിൽക്കും. -πയിലുണ്ടായിരുന്ന വെർട്ടിക്കൽ ബൗണ്ടറി ഇവിടെ ഹൊറിസോണ്ടലായിട്ട് നിൽക്കും. ഇനി നമ്മൾ വരച്ചിരുന്ന ആ ബ്ലൂ കളറിലുണ്ടായിരുന്ന ഷേപ്പ്, 0ൻ്റെ റൈറ്റ് സൈഡിലുണ്ടായിരുന്ന 0 to πയിലുണ്ടായിരുന്ന ആ ഒരു ഷേപ്പ് ഇങ്ങനെ ഇതിലേക്ക് ഈ ഷേപ്പിൽ നിൽക്കും. തൊട്ട് റൈറ്റിലുണ്ടായിരുന്നത് തൊട്ട് മേലേക്ക് ഈ ഷേപ്പിൽ നിൽക്കും. നെഗറ്റീവ് സൈഡിലുണ്ടായിരുന്നത് ഇങ്ങനെ നിൽക്കും. ഇതാണ് കോട്ട് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് റിലേഷൻ്റെ ഗ്രാഫ്. ഇത് കംപ്ലീറ്റ് നമ്മൾ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഈ ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫംഗ്ഷൻ ആവോ അതോ റിലേഷൻ മാത്രമാണോ? എങ്ങനെ? ഫംഗ്ഷൻ ആവില്ല. അതെന്താ കാരണം? വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ ഒരു വെർട്ടിക്കൽ ലൈൻ ഇപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഞാൻ ഈ റെഡിൽ കാണുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. ആ വെർട്ടിക്കൽ ലൈൻ നമ്മളെ ഗ്രാഫിനെ ഇപ്പം തന്നെ ആ ബ്ലൂ കളറിനെ 3 പോയിന്റിൽ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഇനി ആ റെഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രാഫും അങ്ങനെ പോകുന്നുണ്ടല്ലോ, ഒരുപാട് സ്ഥലത്ത് കട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു എക്സിന് ഒരുപാട് വൈ ഉള്ളൊരവസ്ഥ ഇവിടെ ഉണ്ടാവും. ആ റിലേഷൻ ഫംഗ്ഷൻ ആവില്ല. ഓക്കെ. അപ്പോൾ ഇനി ഇതിനെ ഫംഗ്ഷൻ ആവത്തക്ക രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഞാൻ ചോദിക്കട്ടെ, നല്ലോണം ശ്രദ്ധിക്കുക. ഈ ബ്ലൂ കളറിൽ കാണുന്ന പീസിൽ ഒരു ചിറക് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ബാക്കി എല്ലാം ഒഴിവാക്കുകയാണെങ്കിൽ അതൊരു ഫംഗ്ഷൻ ആവോ? ആവില്ലേ? ആവും. അപ്പം നമ്മൾ ഒന്നെടുത്താൽ മതി. ഇനി ആ ഒന്ന് ഏതാ തീരുമാനിച്ചാൽ പോരെ? അപ്പോൾ ന്യൂമറിക്കലി ചെറുതെന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളൊരു പ്രശ്നം, ഇവിടെ 2 പീസ് ഒരേ ന്യൂമറിക്കൽ വാല്യൂവിൽ നിൽക്കുന്നുണ്ട്. 0-ന്ന് πയിലേക്കായാലും 0-ന്ന് -πയിലേക്കായാലും ഒരേ ദൂരല്ലേ? എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ വാല്യൂ സെയിം ആണ്. അപ്പോൾ ആ 2 പീസും 0-ന്ന് ഞാൻ ഈ കാണുന്ന ഈ റെഡ് കൊണ്ട് ചെയ്ത ഈ ഒരു പീസ്, അത് 0 to πയിലുള്ള പീസാണ്. ഇനി അതിന് പകരം ഇതെടുത്താലും ഒരേ ഡിസ്റ്റൻസ് ആണ് 0-ന്ന്, അഥവാ ന്യൂമറിക്കലി രണ്ടും സെയിം ആണ്.
അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. നമ്മൾ കോസ് ഇൻവേഴ്സ് പറഞ്ഞ പോലെ ഫസ്റ്റ് പ്രിഫറൻസ് പോസിറ്റീവിന് കൊടുത്തിട്ട് പോസിറ്റീവ് സൈഡിൽ ആ റെഡ് കാണുന്നത് മാത്രം എടുക്കുക. ഇനി ഇത് രണ്ടും എടുക്കാതെ അതിൻ്റെ മുകളിൽ കാണുന്നത് എടുക്കുക, അതിൻ്റെ മുകളിൽ എടുക്കുക, ഇനി താഴോട്ട് പോകുന്ന എടുക്കുക, ഏതെടുത്താലും ഫംഗ്ഷൻ ആവും. അതുകൊണ്ട് തന്നെ ഇതിനെ പല റേഞ്ചിലേക്കും നമുക്ക് കൊണ്ടുപോവാം. പല റേഞ്ചിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്ക് വേണേൽ ഓരോ റേഞ്ചിലേക്ക് കൊണ്ടുപോവാം. അപ്പം ഉണ്ടാവുന്ന ഒരു പ്രശ്നം, ഓരോരുത്തരുടെ കോട്ട് ഇൻവേഴ്സ് ഓരോ ഇൻ്റർവെല്ലിലേക്ക് പോകും, മൊത്തം പ്രശ്നമായിരിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇനി ഒരു റേഞ്ചിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ആ റേഞ്ച് ന്യൂമറിക്കലി ചെറുതിൽ ഫസ്റ്റ് പ്രിഫറൻസ് പോസിറ്റീവിന് എന്ന് പറഞ്ഞാൽ ആ മുകളിൽ കാണുന്ന 0 to πയിലുള്ള ആ ഒരു പീസ് മാത്രം എടുക്കുക, ബാക്കിയെല്ലാം ഒഴിവാക്കുക. അപ്പോൾ അത് ഫങ്ഷൻ ആവും. ഞാൻ ഇനി അടുത്തൊരു ഗ്രാഫിലേക്ക് അത് മാത്രം മാറ്റി വരച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാം കൂടി വെച്ചാൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ആ റെഡ് കാണുന്നതിൽ മാത്രം നമ്മൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാം. ആ സ്ഥലമാണ് പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച്. എന്തുകൊണ്ടാണ് പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് പറയുന്നത്? ബെയറിംഗ് റേഞ്ച് ഉണ്ടാക്കാം. നമ്മൾ ഉറപ്പിച്ച പ്രത്യേക റേഞ്ചിൻ്റെ പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച്. ഇനി ആ ഒരു പീസ് മാത്രം ഞാൻ മാറ്റി വരക്കാം. Zero, π/2, π. 0 ബൗണ്ടറി അത് എക്സാക്സ് അവിടെ ഉണ്ട് കേട്ടോ. ഇനി പൈൻ്റെ നേരെ ഒരു ഹൊറിസോണ്ടൽ ബൗണ്ടറി ലൈൻ പൈനെ നമ്മൾ ഒഴിവാക്കിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ റെഡ് പീസ് ഞാൻ റെഡ് തന്നെ വരക്കാം. ഇത് മാത്രം എടുത്താൽ ഫംഗ്ഷൻ ആവുന്നുള്ള നേരത്തെ സംശയമില്ലല്ലോ. ഞാൻ വേണേൽ വെർട്ടിക്കൽ ലൈൻ വരച്ച് കാണിച്ചു തരാം. ഒരു വെർട്ടിക്കൽ ലൈൻ, ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ, ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ. എവിടെ വെർട്ടിക്കൽ ലൈൻ വരച്ചാലും അതൊന്നും കൂടുതൽ കട്ട് ചെയ്യില്ല. അപ്പോൾ ഈ റെഡ് കാണിക്കുന്ന റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ. അപ്പോൾ നാലാമത്തെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ y ഈക്വൽ ടു എന്താ വായിക്കരുത്? കോട്ട് ഇൻവേഴ്സ് എക്സ്. y ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു കോട്ട് വൈ. അപ്പം നേരത്തെ മൂന്നിനകത്ത് പറഞ്ഞ പോലെ തന്നെയാണ്. എക്സിൻ്റെ കോട്ട് ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ വൈൻ്റെ കോട്ട് കാണുമ്പോൾ എക്സ് കിട്ടും. ഇനി വീണ്ടും ഗ്രാഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ ഡൊമൈനും റേഞ്ചും ഒന്നും കൂടി പറയാം. ഈ ഗ്രാഫ് ഇപ്പോൾ റെഡ് കാണുന്ന ആ ഗ്രാഫ് കംപ്ലീറ്റ് ആവാൻ എക്സ് ആക്സിൻ്റെ സപ്പോർട്ട് എത്രയുടെ വേണ്ടത്? നോക്ക് എക്സ് ആക്സ് എത്ര വേണ്ടത്? ആ റെഡ് രണ്ടറ്റത്തേക്കും ആരോട്ടേൻ്റെ അർത്ഥം മനഃപൂർവ്വം ആരോട്ടതാണ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. എന്താ അതിൻ്റെ അർത്ഥം? അത് രണ്ട് ഭാഗത്തേക്കും പോവാണ്. അപ്പോൾ എക്സ് ആക്സ് എത്ര വേണ്ടത്? അത് കംപ്ലീറ്റ് ആവണം. എക്സ് ആക്സ് ഫുള്ള് വേണം. അപ്പോൾ ഡൊമൈന് കിട്ടി. ഡൊമൈന് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ആരും ഒഴിവാക്കണ്ട. എല്ലാ റിയൽ നമ്പറിനും കോട്ട് ഇൻവേഴ്സ് ഉണ്ട്. കോട്ട് ഇൻവേഴ്സ് കാണാൻ പറ്റാത്ത ഒരു റിയൽ നമ്പർ ഇല്ല. ടാൻ ഇൻവേഴ്സിൻ്റെ അതേ ഡൊമൈനാണ് കോട്ട് ഇൻവേഴ്സിനും. ഇനി നമുക്ക് വേണ്ടത് പ്രത്യേക റേഞ്ച്. ഏതാ പ്രത്യേക റേഞ്ച്? ഇതാ നോക്ക്, വൈ ആക്സിമക്ക് നോക്കടാ. നോക്ക്, വൈ ആക്സിമിൽ 0 എന്ന് തുടങ്ങിയിട്ട് പൈ വരെ. അതിൽ തന്നെ 0 ഉണ്ടോ, പൈ ഉണ്ടോ, അതോ അവർ പുറത്താണോ, അതിൻ്റെ ഇടയിൽ ആരോ പുറത്തുണ്ടോ എന്നൊക്കെ ആലോചിക്കുക. നല്ലോണം നോക്ക്. നമ്മൾ പൈൻ്റെ നേരെ ബൗണ്ടറി ലൈനാണ്, 0ൻ്റെ നേരെ ബൗണ്ടറി ലൈനാണ്. അപ്പോൾ 0ഉം പൈയും ഇല്ല. പിന്നെന്താ ഉള്ളത്? അതിൻ്റെ അടുക്കുള്ള നമ്പേഴ്സ്. അപ്പോൾ ഇതാ 0 എന്ന് തുടങ്ങിയിട്ട് മേലോട്ട് പൈ വരെ. 0 ഒഴിവാക്കിന്ന് കാണിക്കാൻ നമ്മളൊരു ഹോൾ ഇടാറില്ലേ? ഇവിടെ അതേപോലെ തന്നെ. എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് കഴിഞ്ഞ മൂന്നെണ്ണത്ത് പറഞ്ഞ പോലെ കോട്ട് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് ഓപ്പൺ ഇൻ്റർവെൽ 0 to π. ഓപ്പൺ ഇൻ്റർവെൽ 0 to π. ഒരൊറ്റ നമ്പറും അതിൽ നെഗറ്റീവ് ഇല്ല. 0നും പൈൻ്റെ ഇടയിലുള്ള ഏത് നമ്പറും വരും. അതിൽ നെഗറ്റീവ് നമ്പറിൻ്റെ പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ കോട്ട് ഇൻവേഴ്സിൻ്റെ ആൻസറായിട്ട് ഒരു കാരണവശാലും നെഗറ്റീവ് നമ്പർ കിട്ടാൻ പാടില്ല. ആർക്കെങ്കിലും അങ്ങനെ കിട്ടിയാൽ അത് തെറ്റാണ്. ഇനി ഗ്രാഫ് നോക്ക്. എക്സ് 0 ആവുമ്പോൾ വൈ 0 ആണോ? കുറച്ച് കൂടെ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ വൈ എന്തല്ല? 0 അല്ല. പിന്നെ എക്സ് 0 ആകുമ്പോൾ വൈ എത്രയാ? എക്സ് 0 ആവുമ്പോൾ വൈ ഇവിടെ ഉള്ളത് π/2 ആണ്. എന്ന് പറഞ്ഞാൽ 0ൻ്റെ കോട്ട് ഇൻവേഴ്സ് π/2 ആണ്.
ഇനി പോസിറ്റീവ് നമ്പറിൻ്റെ കോട്ട് ഇൻവേഴ്സ് എക്സ് ആക്സിസിൻ്റെ വലതു ഭാഗത്തേക്ക് കയറിയാൽ ഇതാണ് പോസിറ്റീവ് നമ്പേഴ്സ് വരുന്ന സ്ഥലം. ഈ സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ കോട്ട് ഇൻവേഴ്സ് എവിടെയാണ് നിൽക്കുന്നത്? ഇതാ വൈ ആക്സിസിൽ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് നമ്പറിൻ്റെ കോട്ട് ഇൻവേഴ്സ് 0 π/2 അടുക്കാണ്. നെഗറ്റീവ് നമ്പറിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നെഗറ്റീവ് നമ്പറിലേക്ക് ഇതാ എക്സ് നെഗറ്റീവിലേക്ക് കയറുമ്പോൾ ഇതാണ് സ്ഥലം. അവിടേക്ക് കയറുമ്പോൾ കോട്ട് ഇൻവേഴ്സ് വൈ ആക്സിലേക്ക് നോക്കുക ഇവിടെ അല്ലേ, ഈ സ്ഥലത്താണ് വരുന്നത്. അപ്പം നെഗറ്റീവ് നമ്പറിൻ്റെ കോട്ട് ഇൻവേഴ്സ് ബിറ്റ്വീൻ π/2 ആൻഡ് π. അപ്പം നെഗറ്റീവിൻ്റെ കോട്ട് ഇൻവേഴ്സ് കുറച്ചും കൂടി വലുതായിരിക്കും കേട്ടോ. പിന്നെ ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എക്സ് ആക്സിസിൽ നമ്മൾ റൈറ്റിലേക്ക് ഇങ്ങനെ നീങ്ങുമ്പോൾ ഈ റെഡ് കാണുന്ന പീസ് ഇങ്ങനെ താഴ്ന്നു വരില്ലടാ, വലത്തോട്ട് പോകുന്തോറും ഇറങ്ങി വരില്ലേ എന്ന് പറഞ്ഞാൽ എക്സ് കൂടുമ്പോൾ വൈ കുറയാണ്. അങ്ങനെ ആ ജാതി ഫംഗ്ഷൻ നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞത്? ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഡിക്രീസിങ് ഫംഗ്ഷനാണ് എന്ന് പറഞ്ഞാൽ എക്സ് കൂടുമ്പോൾ വൈ കുറയാണ് എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പറിന് വലിയ കോട്ട് ഇൻവേഴ്സും വലിയ നമ്പറിന് ചെറിയ കോട്ട് ഇൻവേഴ്സുമായിട്ട് കാണാം. നെഗറ്റീവ് നമ്പറിൻ്റെ കോട്ട് ഇൻവേഴ്സ് π/2 πൻ്റെ ഇടയിൽ, 0ൻ്റെ കോട്ട് ഇൻവേഴ്സ് π/2, പോസിറ്റീവ് നമ്പറിൻ്റെ കോട്ട് ഇൻവേഴ്സ് ബിറ്റ്വീൻ π/2 ആൻഡ് 0. എക്സ് കൂടുമ്പോൾ വൈ കുറയാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് നമ്പറും കൂടി നേരത്തെ 3 ലിസ്റ്റ് ചെയ്ത പോലെ പറഞ്ഞാൽ ഇതിൻ്റെ ബേസിക്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ ഇനി അത് അടുത്തതിലേക്ക് ലിസ്റ്റ് ചെയ്യാം. ശ്രദ്ധിച്ചോ. ആദ്യം കോട്ട് ഇൻവേഴ്സ് 0 പറഞ്ഞു കഴിഞ്ഞു. കോട്ട് ഇൻവേഴ്സ് 0 അല്ല, എത്രയാണ്? π/2. ഇനി നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടുന്നൊരു കോട്ട് ഇൻവേഴ്സ് ആണ് 1ൻ്റെ കോട്ട് ഇൻവേഴ്സ്. ആരെ കോട്ടാ 1 വരല്ലേ? കോട്ട് 1 വരിക എന്ന് പറഞ്ഞാൽ ടാന് 1 വരിക, 1/1 1 വരിക. ടാന് 1 വരുന്ന അല്ലെ കോട്ട് 1 വരുന്ന എത്ര ആംഗിൾ ഉണ്ടാവും ഇവിടെ ട്രിഗണോമെട്രിയിൽ? ഇഷ്ടം പോലെ ഇൻഫിനിറ്റി മെനി ഉണ്ടാവും. അതൊക്കെ പാടെടുക്കാൻ പറ്റൂല, അത് ഫംഗ്ഷനാണ്. അതുകൊണ്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സ്ഥലം 0 to π. 0 to πയിൽ തന്നെ 1 നമ്മളൊരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ കോട്ട് ഇൻവേഴ്സ് 0 π/2 ഇടയിൽ, 0 π/2 ഇടയിൽ കോട്ട് 1 വരുന്ന ഒരൊറ്റ ആംഗിൾ ഉള്ളൂ. എത്രയാ? യെസ്, 45 ഡിഗ്രി π/4. അപ്പോൾ 1ൻ്റെ കോട്ട് ഇൻവേഴ്സ് എവിടെ കണ്ടാലും എന്താ എഴുതുക? π/4. അപ്പോൾ നിങ്ങൾ പറയും കോട്ട് ഇൻവേഴ്സ് -1. ടാൻ ഇൻവേഴ്സിൻ്റെ കേസിൽ -π/4 നേരെ താഴോട്ട് ഇറങ്ങിയാൽ മതി. നമ്മുടെ ഗ്രാഫ് കംപ്ലീറ്റ് മുകളിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞു നെഗറ്റീവ് നമ്പറിൻ്റെ കോട്ട് ഇൻവേഴ്സ് കുറച്ചും കൂടി വലുതായിരിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടി ഉയരത്തിലേക്ക് പോയിട്ട് സെക്കൻഡ് ക്വാഡ്രന്റ് പോകണം. ട്രിഗണോമെട്രി പറയുകയാണെങ്കിൽ π-π/4 അതാണ് ആൻസർ. 4π - π 3π/4. ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടുന്നൊരു കോട്ട് ഇൻവേഴ്സ് ആണ് കോട്ട് ഇൻവേഴ്സ് √3. ആരെ കോട്ട മക്കളെ √3 വരല്? കോട്ട് √3 വരണമെങ്കിൽ ടാൻ എന്ത് വരണോ? ആ 1/√3. യെസ്. അപ്പോൾ ടാൻ 1/√3 വരുന്ന ആംഗിൾ ഏതായിരുന്നു? 30 ഡിഗ്രി. യെസ്, π/6. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് -√3 വേഗം പറഞ്ഞൂടെ? മുകളിൽ പറഞ്ഞ പോലെ തന്നെ π - π/6 ഈസ് ഈക്വൽ ടു 6π - π 5π/6. ഓക്കെ, രണ്ടെണ്ണം കൂടി പറയാം. കോട്ട് ഇൻവേഴ്സ് 1/√3 ആലോചിക്ക്. ഇത് റെഡിമെയ്ഡ് ആയിട്ട് പറയാൻ പറ്റിയതാണ്. 1/√3 കോട്ട് വരുന്ന ആംഗിൾ. ആരെ കോട്ട് ഇനി 1/√3 വരല്? കോട്ട് 1/√3 വരണമെങ്കിൽ ടാൻ എത്ര വരണോ? √3 വരണം. ടാൻ √3 വരല് 60 ഡിഗ്രി. യെസ്, π/3. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് -1/√3 π യെസ് π/3. 3π - π 2π/3. ഇത്രയും നമ്പേഴ്സ് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഇനി ഇവർക്ക് മാത്രമല്ല കോട്ട് ഇൻവേഴ്സ് ഉള്ളത്. കോട്ട് ഇൻവേഴ്സ് എല്ലാ റിയൽ നമ്പറിനും ഉണ്ട്. അതെല്ലാം നമ്മളെ കയ്യിൽ സ്റ്റാൻഡേർഡ് ആംഗിൾ ആയിട്ട് ഉണ്ടാവില്ല. ചില കോട്ട് ഇൻവേഴ്സ് ഒക്കെ കോട്ട് ഇൻവേഴ്സ് തന്നെ വെക്കേണ്ടി വരും. ഇപ്പോൾ 2ൻ്റെ കോട്ട് ഇൻവേഴ്സ് എത്രയെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ റെഡിമെയ്ഡ് ഇല്ല. കോട്ട് ഇൻവേഴ്സ് 2 തന്നെ വെച്ചാൽ മതി. -3ൻ്റെ കോട്ട് ഇൻവേഴ്സ് -3, കോട്ട് ഇൻവേഴ്സ് 10,000 അത് അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഓക്കെ, ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് ആംഗിൾ ആവുന്നതുകൊണ്ട് ഇതിങ്ങനെ പറയാൻ അറിയണം. ഇനി ചില സ്ഥലത്തൊക്കെ നമുക്ക് ലിമിറ്റിംഗ് കേസിൽ ഈ എക്സ്
ഇൻഫിനിറ്റിക്ക് ടെൻഡ് ചെയ്യുമ്പോൾ കോട്ട് ഇൻവേഴ്സ് എങ്ങോട്ടാണ് ടെൻഡ് ചെയ്യുക? അഥവാ എക്സ് ഇങ്ങനെ പോയി എക്സ് ആക്സിൽ ഇങ്ങനെ വലത്തേ അറ്റത്ത് എത്തുമ്പോൾ നമ്മളെ കോട്ട് ഇൻവേഴ്സ് ഗ്രാഫ് ഇങ്ങനെ താഴ്ന്ന് വന്നിട്ട് ആരടുത്തേക്കാണ് പോകുന്നത്, ഇറങ്ങി വരുന്നത്? ആരെ? സീറോൻ്റെ അടുത്തേക്ക്. അപ്പോൾ എവിടെങ്കിലും കോട്ട് ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ 0 എഴുതിക്കോ, പേടിക്കണ്ട. അതേപോലെ കോട്ട് ഇൻവേഴ്സ് മൈനസ് ഇൻഫിനിറ്റി, ആ ഗ്രാഫ് മേൽ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി എന്ന് പുറപ്പെട്ട് വരുമ്പോൾ കോട്ട് ഇൻവേഴ്സ് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ലിമിറ്റിംഗ് കേസിൽ എത്ര ഉണ്ടാവും? പൈ. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് ഇൻഫിനിറ്റി എവിടെങ്കിലും വരേണ്ടി വന്നാൽ അത് 0, കോട്ട് ഇൻവേഴ്സ് മൈനസ് ഇൻഫിനിറ്റി പൈ. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് ഒരു റിയൽ ഫംഗ്ഷൻ, അതിൻ്റെ ഡൊമെയിൻ ഓൾ റിയൽ നമ്പേഴ്സ്, അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to π, അതിൻ്റെ ഗ്രാഫ് ഞാൻ ആ വരച്ച ഷേപ്പ് സ്റ്റാൻഡേർഡ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇനി ടാൻ ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും കൂടി കൂട്ടിയിട്ടുള്ള അസൈൻമെൻറ്റ്സ് ഉണ്ടാവും. അത് ഞാൻ ഇതിൻ്റെ ബാക്കിൽ നിന്നൊക്കെ അയച്ചു തരും. അസൈൻമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, അത് അസൈൻമെൻറ്റ്സ് വന്ന ഉടനെ തന്നെ എല്ലാവരും നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് ഉടനെ നിങ്ങൾക്ക് തരുന്ന ഗൂഗിൾ ഫോമിൽ അതിൻ്റെ ആൻസേഴ്സ് അയക്കണം. നിങ്ങളെല്ലാവരും ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൽ വീഴ്ച വരുത്താൻ പാടില്ല, അത് മസ്റ്റാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം, ആർക്കും വിളിക്കാം, നിങ്ങൾ മടിക്കണ്ട. ആർക്ക് വേണേലും വാട്സപ്പിൽ വോയിസ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കട്ട് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ഇടാം. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ റേഞ്ച് ഇല്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് എക്സ്ക്യൂസ് ഉണ്ടാവും. അല്ലാത്ത ആളുകളൊക്കെ അസൈൻമെൻറ്റ്സ് മസ്റ്റായിട്ട് ചെയ്യണം. ഓക്കെ.